ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 14, വിശുദ്ധ ദേവസഹായത്തിൻ്റെ തിരുനാൾ. തിരുവട്ടാറിലെ ആദി കേശവ ക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പൂതിരിയുടെയും ദേവകിയമ്മ എന്ന നായർ സ്ത്രീയുടെയും മകനായി 1712 നീലകണ്ഠപിള്ള ജനിച്ചു. ഹൈന്ദവ വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ആഴമായി പഠിച്ചു. സംസ്കൃതം, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ നീലകണ്ഠപിള്ള ആയോധനകലയിൽ അഗ്രഗണ്യനായിരുന്നു. കർമ്മബുദ്ധിയും കർത്തവ്യ നിരതനും ഉത്സാഹിയുമായ നീലകണ്ഠപിള്ള തിന്മയെ എതിർത്ത് നന്മയെ വളർത്തുന്നതിൽ ഉത്സാഹിയായിരുന്നു. കൊട്ടാരത്തിൽ ജോലിയിൽ നിയമിതനായി കുളച്ചൽ യുദ്ധത്തിൽ വിജയിച്ച മാർത്താണ്ഡവർമ്മ ഡച്ച് നേവൽ കമാൻഡന്റായ ഡിലനായിയെ സായുധ സേന കമാൻഡാക്കി. അങ്ങനെ ഡിലനായിയും നീലകണ്ഠപിള്ളയും സുഹൃത്തുക്കളായി. ഡിലനായിയിൽ നിന്നും ക്രിസ്തുവിനെയും ക്രിസ്തു മതത്തെയും പറ്റി കേട്ടറിഞ്ഞ നീലകണ്ഠപിള്ള 32-ാമത്തെ വയസ്സിൽ വടക്കൻ കുളത്ത് വെച്ച് സ്നാനം സ്വീകരിച്ച് ദേവസഹായം എന്ന പേര് സ്വീകരിച്ചു. സത്യത്തെ തിരിച്ചറിഞ്ഞ ഭാര്യ ഭാർഗവിയമ്മയും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജ്ഞാനപ്പൂ എന്ന പേര് സ്വീകരിച്ചു. ഇതറിഞ്ഞ രാജാവ് ദേവസഹായത്തെ തടവിലാക്കി രാജ്യദ്രോഹ കുറ്റം ചുമത്തി പീഡിപ്പിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി മാസങ്ങളോളം പീഡിപ്പിച്ചു. ദാഹിച്ചപ്പോൾ കൈമുട്ടുകൊണ്ടിടിച്ച് ജലം കൊണ്ട് ദാഹം തീർത്തു. മാസങ്ങൾ കൊണ്ടുള്ള പീഡനങ്ങൾക്കൊടുവിൽ 1752 ജനുവരി 14-ാം തീയതി അരുൾവായ്മൊഴിയിലെ കാറ്റാടി മലയിൽ വെച്ച് പട്ടാളക്കാരുടെ വെടിയേറ്റ് ദേവസഹായം രക്തസാക്ഷിത്വം വരിച്ചു. വിശുദ്ധ ദേവസഹായമേ, ക്രിസ്തു വിശ്വാസികൾ ഞങ്ങളും വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങയെപ്പോലെ പരീക്ഷിക്കപ്പെടുമ്പോഴും അതിക്രൂരമായി മർദ്ദിക്കുമ്പോഴും ഈശോയെ എന്നെ രക്ഷിക്കണമേ എന്ന് ഉച്ചരിക്കാൻ ഞങ്ങൾക്കും കരുത്തേകണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറന്റ് ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.